സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ അയ്യപ്പദാസ്. സാർ, ഇന്ത്യ 6 പുതിയ അവാക്സ് വിമാനങ്ങൾ നിർമ്മിക്കാൻ തയ്യാറാകുന്നു, അല്ലെങ്കിൽ വിമാനം നിർമ്മിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നു. സാർ, എന്താണ് അവാക്സ് വിമാനം എന്നാൽ ഒന്ന് പറയാമോ? അവാക്സ് എന്ന വാക്കിന്റെ പൂർണ്ണരൂപം എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്നാണ്. അതായത് ഇത് ആകാശത്തിൽ വിമാനത്തിന് പുറത്ത് ഉറപ്പിച്ചിരിക്കുന്ന റഡാറുകളാണ്. ശത്രു രാജ്യത്തിൽ നിന്നുള്ള ശത്രു വിമാനങ്ങളോ യുദ്ധവിമാനങ്ങളോ അതല്ലെങ്കിൽ മിസൈലുകളോ ഡ്രോണുകളോ ഒക്കെ തന്നെ നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ വളരെ വിദൂരത്തിൽ നിന്ന് തന്നെ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ ഇൻറ്റിഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, ആ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റമാണ് ഈ നമ്മുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും നട്ടൽ. ആ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിന് കൊടുക്കുകയും വേണ്ട തീരുമാനങ്ങളിലേക്ക്, അതായത് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ഇന്റർസെപ്റ്റർ മിസൈലുകൾ അയക്കാനായിട്ട് നമ്മുടെ വ്യോമസേനയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിന് പര്യാപ്തമാക്കുകയും ചെയ്യുന്ന ഇൻപുട്ട് കൊടുക്കുന്ന ഒരു വലിയ സംവിധാനമാണ് അവാക്സ്. അത് 2 തരത്തിലുണ്ട്. ഞാനീ പറഞ്ഞ AWACS ഉണ്ട്, പിന്നെ എയർബോൺ എയർലി AEWAS എന്ന് പറയുന്ന എയർബോൺ എയർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറയുന്ന മറ്റൊന്നുണ്ട്. ഇതിൽ 360 ഡിഗ്രിയിൽ കറങ്ങുന്ന റഡാറുകളുള്ള സംവിധാനമാണ് ഈ അവാക്സ്. മറ്റതിന് 240, 260 ഡിഗ്രിയിലൊക്കെ മാത്രമേ അത് പ്രവർത്തിപ്പിക്കുന്നുള്ളൂ. അതായത് കുറച്ചുകൂടി മെച്ചം AWACS തന്നെയാണ്. ഇന്ത്യക്ക് ഈ മേഖലയിൽ ദൗർഭാഗ്യവശാൽ ഇന്ത്യ പഴയ കാലത്ത് അത്ര വലിയ ശ്രദ്ധ കൊടുത്തിരുന്നില്ല. നമുക്ക് ഗ്രൗണ്ട് ബേസ്ഡ് റഡാറുകളും സെൻസറുകളും ഒക്കെ തന്നെ വളരെ ധാരാളമുണ്ട്. പക്ഷേ നമുക്ക് എയർബോൺ ആയിട്ടുള്ള ഏർലി വാർണിംഗ് സിസ്റ്റംസ് വളരെ കുറവായിരുന്നു. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു കണക്ക് പറയുമ്പോൾ ഇന്ത്യയുടെ കൈവശം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 6 അവാക്സ് സിസ്റ്റം ഘടിപ്പിച്ച വിമാനങ്ങളേ ഉള്ളൂ. അതിൽ 3 ശരിയായ അവാക്സ്, മറ്റേത് AE&W ആണ്. പക്ഷെ പാകിസ്ഥാന്റെ കൈവശം 8 ഉണ്ട്. ഇന്ത്യയേക്കാൾ ചെറിയ രാജ്യമാണ്, പക്ഷെ പാകിസ്ഥാൻ ഇന്ത്യയേക്കാൾ കൂടുതൽ അവാക്സ് വിമാനങ്ങൾ. ചൈനയ്ക്ക് തീർച്ചയായിട്ടും 15ഓളം ഉണ്ട്. ഇതൊരു വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ് ഇന്ത്യക്ക്. ഇവിടെ നമ്മൾ എന്തുകൊണ്ടോ ഈ മേഖലയെ ഫോക്കസ് ചെയ്തില്ല എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രതിവിധി ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ തദ്ദേശീയമായിട്ട് ഇപ്പം നമ്മുടെ കൈവശമുള്ളത് 6 ഞാൻ പറഞ്ഞു. അതിൽ 3 ഇസ്രായേലി നിർമ്മിത ഫാൽക്കൺ സിസ്റ്റംസ് ആണ്. അത് ഉറപ്പിച്ചിരിക്കുന്നത് റഷ്യൻ വിമാനങ്ങളായ IL-76 എന്ന ഹെവി വിമാനങ്ങളുണ്ട് റഷ്യയുടെ. ആ വിമാനങ്ങളിലെ ആണ് ഈ ഫാൽക്കൺ സിസ്റ്റംസ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിച്ച AE&W സിസ്റ്റം, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് പൂർണ്ണമായിട്ടും ഫാൽക്കണിൻ്റെ അത്ര ഇഫക്റ്റീവ് അല്ല, എങ്കിലും അത് വലിയ മെച്ചം ഉള്ളതാണ്. നേത്ര 1 ഏർലി വാർണിംഗ് സിസ്റ്റംസ് നമ്മൾ എംബ്രാർ എന്ന വിമാനത്തിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. എംബ്രാർ ERJ-145 അതിലാണ്. അതാണ് 3. അങ്ങനെ 3, 6. പക്ഷേ ഇപ്പം ഇന്ത്യ നേത്ര MK2 എന്ന ഏർലി വാർണിംഗ് സിസ്റ്റം ഇന്ത്യ നിർമ്മിച്ചു കഴിഞ്ഞു. ഓൾറെഡി അത് നിർമ്മിച്ചു കഴിഞ്ഞു. അത് വിമാനങ്ങളിൽ ഇപ്പോൾ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2030 അത്തരം നേത്ര 2 ഘടിപ്പിച്ച 6 വിമാനങ്ങൾ നമ്മുടെ 2028 അതിൻ്റെ ആദ്യത്തെ വിമാനം ഓപ്പറേഷണലൈസ് ചെയ്യപ്പെടുന്നത്. അത് 2030 ഈ 6 വിമാനങ്ങളും ഫുള്ളി ഓപ്പറേഷണലൈസ് ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള 6 അവാക്സ് സിസ്റ്റത്തിൻ്റെ കൂടെ ഈ നേത്ര MK2 എന്ന് പറയുന്ന അവാക്സ് സിസ്റ്റം ഘടിപ്പിച്ച 6 വിമാനങ്ങൾ കൂടി ഓപ്പറേഷണലൈസ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് മൊത്തം 12 ആവും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ 8 പാകിസ്ഥാനേക്കാൾ മുന്നിലാവും. 15 ചൈനയുടെ അടുത്തെത്തുകയും ചെയ്യും. പക്ഷെ നമ്മൾ അവിടെ കൊണ്ട് നിർത്തുന്നില്ല. സമാന്തരമായിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ നേത്ര MK3 എന്ന ഏർലി വാർണിംഗ് സിസ്റ്റം
വികസിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നത്. ഈ നേത്ര MK2ന്റെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഇത് സാധാരണ ഞാൻ പറഞ്ഞല്ലോ ഫാൽക്കൺ സിസ്റ്റം പോലെ 360 ഡിഗ്രി നിന്നും ഇൻപുട്ട് സ്വീകരിക്കുന്ന റഡാറാണ് ഇതിനുള്ളത്. നേത്ര MK1ന് 240 തൊട്ട് 280 വരെയുള്ള ഡിഗ്രി കവറേജ് അത് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 360, അതായത് ഒരു ഫുൾ സർക്കിൾ, എവിടെ നിന്നൊരു ത്രെട്ട് വന്നാലും അത് സ്പോട്ട് ചെയ്യാനും അത് എൻഗേജ് ചെയ്യാനായിട്ട് വേണ്ട ഇൻഫർമേഷൻ കൊടുക്കാനും ഈ MK2ന് കഴിയും. MK2 ഇതിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ഗാലിയം നൈട്രൈഡ് ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ എന്ന് പറയുന്ന സംവിധാനങ്ങളാണ്. ഈ ഗാലിയം നൈട്രൈഡ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് ദൂരപരിധി കൂടുതലാണ്. അതായത് സാധാരണ ഉള്ളതിൽ നിന്നും ദൂരെ നിന്ന് വരുന്ന ത്രട്ട് ഇതിന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നേത്ര MK1ന് അതിൻ്റെ ഒരു കവറേജ് ഏരിയ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 300 കിലോമീറ്ററിൽ താഴെയാണ്. പക്ഷേ നേത്ര MK2ന് അതല്ല, 500 കിലോമീറ്റർ ദൂരെ വെച്ച് തന്നെയുള്ള ത്രട്ടുകൾ അതിനെ മനസ്സിലാക്കാനും അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രതിരോധ നടപടികളിലേക്ക് കടക്കാൻ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിന് വാണിംഗ് കൊടുക്കാനും പറ്റും. അതായത് ഭീഷണികളെ 500 കിലോമീറ്റർ ദൂരെ വെച്ച് തന്നെ തിരിച്ചറിയുകയും അതിൻ്റെ ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ സജ്ജമാക്കുകയും ചെയ്യും. അത് ബോംബറുകളാണെങ്കിലും ശരി, ഫൈറ്റർ ജെറ്റുകളാണെങ്കിലും ശരി, അതുപോലെ തന്നെ മിസൈലുകളാണെങ്കിലും ശരി, ഇതൊരു വലിയ വ്യത്യാസമാണ്. അതുമാത്രമല്ല, ഇത്രയും ദൂരപരിധി ഉള്ളതുകൊണ്ട് തന്നെ ഈ വിമാനത്തിന് പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് നീങ്ങണ്ട. ഇവിടെ ഒരു വലിയ പ്രതിസന്ധി ഉള്ളത്, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മളത് ചർച്ച ചെയ്തിരുന്നു. അതായത് ഇപ്പോൾ ഇന്ത്യ തന്നെ വികസിപ്പിക്കുന്നുണ്ട് രുദ്രം എന്ന് പറയുന്ന ആൻറ്റി റേഡിയേഷൻ മിസൈൽ. ഈ ആൻറ്റി റേഡിയേഷൻ മിസൈലുകൾ റഡാർ സംവിധാനമുള്ള അവാക്സ് സംവിധാനമുള്ള വിമാനങ്ങളെ ലക്ഷ്യമിട്ട് ഉണ്ടാക്കുന്ന അവാക്സ് വേധ മിസൈലുകളാണ്. ഇത് എയർ ടു എയർ മിസൈലുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അവാക്സ് വിമാനം ഒരു സ്ഥലത്ത് ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നുണ്ടെങ്കിൽ അത് ശത്രു ഒരു ആന്റി റേഡിയേഷൻ മിസൈൽ അയച്ചിട്ട് ഈ വിമാനത്തെ തകർക്കും. സാധാരണ ഒരു ഫൈറ്റർ ജെറ്റിനെ തകർക്കുന്നതിനേക്കാൾ വലിയ നഷ്ടമായിരിക്കും ഇത് തകർന്നു പോയാലുണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ കുറച്ചുകൂടെ ദൂരെ സേഫ് ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് വേണം ഇത് പിന്നെ ത്രട്ടുകളെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ 500 കിലോമീറ്റർ ദൂരപരിധി വരെയുള്ള ഒരു വിമാനത്തിന് 500 കിലോമീറ്റർ ദൂരത്ത് വരുന്ന ഒരു ആന്റി റേഡിയേഷൻ മിസൈലോ ഒരു എയർ ടു എയർ മിസൈലോ ഇപ്പോൾ നിലവിലില്ല. അപ്പൊ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ഇതിന് നിരീക്ഷണം നടത്താം. അതാണ് ഈ MK2ന്റെ പ്രത്യേകത. നേത്ര MK2 ഫിക്സ് ചെയ്യുന്നത് എയർബസിന്റെ A321 എന്ന വലിയ വിമാനത്തിലാണ്. MK1 ഫിക്സ് ചെയ്തിരിക്കുന്നത് എംബ്രാർ എന്ന് പറയുന്ന ആ ജെറ്റ് കുറച്ചുകൂടെ ചെറിയ ജെറ്റാണ്. ഇത് കൂടുതൽ ഭാരം വഹിക്കാൻ പറ്റുന്ന ഒരു ജെറ്റാണ് A321. ഇനി നമ്മൾ നിർമ്മിക്കാനിരിക്കുന്ന നേത്ര MK3 വൈഡ് ബോഡി ജെറ്റായിട്ടുള്ള എയർബസ് A330ന്റെ പുറത്താണ് അത് ഉറപ്പിക്കുന്നത്. ഇതൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് 6 എണ്ണമാണ്. ഇത് 2035 പൂർണ്ണമായിട്ട് ഇത് സർവീസിലെത്തുമെന്നാണ്. 2032 ഇതിൻ്റെ ആദ്യ വിമാനം നമ്മുടെ വ്യോമസേനയുടെ ഭാഗമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ 18 വിമാനങ്ങൾ, 18 എയർബോൺ ഏർലി വാർണിംഗ് സിസ്റ്റംസ് നമുക്ക് നമ്മുടെ വ്യോമസേനയുടെ ഭാഗമാണ്. അതിൻ്റെ ഒരു ഗുണം 24 മണിക്കൂറും 7 ദിവസവും, അതായത് എല്ലാ ദിവസവും ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന നമ്മുടെ അവാക്സ് വിമാനങ്ങൾക്കാണ്. ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പഴുതും നമ്മൾ നൽകുന്നില്ല. ചൈനയുടെ അതിർത്തിയിലും ആവശ്യത്തിന് നമുക്ക് വിന്യസിക്കാൻ അവാക്സ് വിമാനങ്ങൾ നമുക്ക് കൈവശം വരും. മാത്രമല്ല, ഇത് ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതാണ്. നേത്ര MK3യും നേത്ര MK2യും ഒക്കെ ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അപ്ഗ്രേഡ്സ്, ഇതിൻ്റെ സോഴ്സ് കോഡുകൾ നമ്മുടെ കൈവശമുണ്ട്. ഇതിൻ്റെ അപ്ഗ്രേഡ്സ്, സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ്സ് നമുക്ക് വരുത്താം. അപ്പോൾ ഈ അവാക്സ് സിസ്റ്റത്തിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വർദ്ധിക്കും. കൂടുതൽ കാലം ഇത് ഉപയോഗിക്കാൻ പറ്റും. കൂടുതൽ മാറ്റങ്ങൾ ഇതിൽ കൊണ്ടുവരാൻ പറ്റും. കൂടുതൽ കൃത്യതയോടെയുള്ള പ്രഡിക്ഷൻസ് നടത്താൻ ഇതിന് പറ്റും. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഗാലിയം നൈട്രേറ്റ് ടെക്നോളജി ഇന്ത്യ പൂർണ്ണമായിട്ട് സ്വായത്തമാക്കിയിട്ടുണ്ട്. അതിനു മുമ്പ് ഗാലിയം ആർസനൈഡ്
ആ, പിന്നെ ടെക്നോളജി ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സാർ ഒരു അങ്ങനെ ഈ സംശയം ചോദിച്ചോട്ടെ ട്രാൻസ്മിറ്ററുകളും സാർ ഒരു സംശയം ചോദിച്ചോട്ടെ ഈ പറയുന്ന രീതിയിൽ പുതിയ ഈ റഡാർ സംവിധാനത്തോടെ അവാക്സ് വിമാനങ്ങൾ നമ്മൾ ഇപ്പോൾ പാകിസ്ഥാൻ അതിർത്തിയിലായാലും ചൈന അതിർത്തിയിലായാലും പറക്കുമ്പോൾ നമ്മുടെ ഈ വിമാനങ്ങളുടെ അവരുടെ റഡാറിൽ പെടാൻ സാധ്യതയുണ്ടോ? അല്ല, തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, അങ്ങനെ അവരുടെ കണ്ണിൽ പെടുകയും അവർ ഇത്തരം വിമാനങ്ങൾക്ക് നേരെ ആന്റി റേഡിയേഷൻ മിസൈൽ പ്രയോഗിക്കുകയും ചെയ്യും. അങ്ങനെ മിസൈൽ പ്രയോഗിക്കാതിരിക്കണമെങ്കിൽ അത്തരം ആന്റി റേഡിയേഷൻ മിസൈലുകളുടെ പരിധിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് വേണം ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ. അപ്പം ഒരു പാകിസ്ഥാൻ അതിർത്തിയുടെ 100 കിലോമീറ്റർ അടുത്ത് പോയിട്ട് ഇത്തരം ഒരു വിമാനം പറപ്പിച്ചാൽ എപ്പോൾ ഇത് താഴെ വീണമെന്ന് ചോദിച്ചാൽ മതി. കാരണം PL-15 പോലുള്ള ചൈനീസ് നിർമ്മിത എയർ ടു എയർ മിസൈലുകൾ മതി ഇതിനെ താഴെ ഇടാൻ. പക്ഷെ അതേസമയം ഞാൻ ഈ പറഞ്ഞ പിന്നെ MK2 400 കിലോമീറ്റർ അപ്പുറത്ത് 500 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. അപ്പുറത്ത് നിന്നുകൊണ്ടാണ് MK2. വരാനിരിക്കുന്ന MK3ക്ക് 600 കിലോമീറ്ററിലധികം റേഞ്ച് ഉണ്ട്. ഇവിടെ ഇത്തരം റേഞ്ചിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന എയർ ടു എയർ മിസൈലുകൾ ഇല്ല. നാളെ ചിലപ്പോൾ അത് ഉണ്ടായെന്നിരിക്കാം. അപ്പോൾ അതിനെ നേരിടാനായിട്ട് നമ്മൾ വേറെ സംവിധാനം കൊണ്ടുവരും. ഞാൻ അതാണ് പറഞ്ഞത്, ഈ MK2 MK3 ഒക്കെ അപ്ഗ്രേഡ്സ് നടത്താം. നമുക്ക് ഇതിന്റെ ശേഷി വർദ്ധിപ്പിക്കാം. ഇപ്പോൾ 500 കിലോമീറ്റർ പരിധിയായിട്ടുള്ളത് നാളെ 700 കിലോമീറ്റർ ആവും. ഇപ്പോൾ 700 കിലോമീറ്റർ 600 കിലോമീറ്റർ ഉള്ളത് നാളെ 800 കിലോമീറ്റർ ആവും. പക്ഷെ ഇത് ആധുനിക യുദ്ധത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്, ഈ എയർബോൺ ഏർലി വാർണിംഗ് സിസ്റ്റം. അമേരിക്കയാണ് ഇത് ആദ്യമായിട്ട് കൃത്യമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത്. അമേരിക്കയുടെ എവാക്സ് വിമാനങ്ങൾ വന്നതിന് ശേഷമാണ് ഈ പ്രിസിഷൻ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. റഷ്യ പണ്ട് ഒരു കാടടച്ചുള്ള ഒരു വെടിവെപ്പായിരുന്നു റഷ്യക്ക്. അതായത് ഒരു ബോംബ് കൊണ്ടങ്ങ് ഇടും, അത് ഭീകരമായൊരു ബോംബായിരിക്കും, അത് പൊട്ടിത്തെറിച്ച് ലക്ഷ്യസ്ഥാനവും അതിനപ്പുറവും എല്ലാം തീരും. പക്ഷെ അമേരിക്ക അതല്ല. അമേരിക്ക തികഞ്ഞ ലക്ഷ്യസ്ഥാനം, പിൻ പോയിന്റ്, പരമാവധി സർക്കുലർ എറർ പ്രോബബിലിറ്റി, അതായത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് 1.5 മീറ്ററൊക്കെ അത്ര പോലും മാറത്തില്ല. അയ്യോ, വളരെ കൃത്യതയോടുകൂടി കണ്ടു. അപ്പൊ താഴെ ഒരു വ്യക്തി നടന്നു പോവുകയാണെങ്കിൽ അയാളുടെ തലയ്ക്ക് തന്നെ ലക്ഷ്യം വെക്കാൻ അവർക്ക് പറ്റും. അതാണ് ഈ ഇത്തരം സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ് സാർ. അപ്പോൾ ഇതിന്റെ ഒരു ചുരുക്കെടുത്തുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞ് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും പറയാം. അതായത് ഈ MK3 പിന്നെ ഞാൻ പറഞ്ഞ പോലെ A330 വൈഡ് ബോഡീഡ് ജെറ്റുകളിൽ, അതായത് എയർബസ് വിമാനങ്ങളിലായിരിക്കും ഘടിപ്പിക്കുക. ഇത് 2035 ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ ഇൻഡക്ഷൻ പൂർത്തിയാകും. ഈ മൊത്തം പദ്ധതിയുടെ ചെലവായിട്ട് നമ്മൾ കണക്ക് കൂട്ടിയിരിക്കുന്നത് 20,000 കോടി രൂപയാണ്. ഇത് സംഭവിക്കുന്നതോടുകൂടി ഇന്ത്യക്ക് നിശ്ചയമായിട്ടും ചൈനയുമായിട്ടുള്ള താരതമ്യത്തിലായാലും പാകിസ്ഥാനായിട്ട് വളരെ മുന്നിലേക്ക് നമ്മൾ എത്തും. സ്വാഭാവികമായിട്ടും നമ്മുടെ റഡാർ സംവിധാനങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാവും. നമ്മൾക്ക് കൃത്യമായ രീതിയിൽ ശത്രുവിൻ്റെ വിമാനങ്ങളെയും മിസൈലുകളെയും ഒക്കെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും. വളരുന്ന നമ്മുടെ വ്യോമ പ്രതിരോധ അല്ലെങ്കിൽ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് ഇതൊരു മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കൂടുതൽ സംഭവവികാസങ്ങളും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. നന്ദി. താങ്ക് യു സാർ.